ഹലോ കൂട്ടുകാരെ, നമ്മൾ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ചിലതുണ്ടാവില്ലേ? നമ്മൾ പലപ്പോഴും മറന്നു പോകും ആഗ്രഹങ്ങൾ. നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളത് കുഴിച്ചു പോടും മനസ്സിൽ. പക്ഷേ നമ്മുടെ ആഗ്രഹം സത്യമാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ മറന്നാലും കാലം അത് മറക്കില്ല. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ബി.എഡ് ചെയ്യണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് ബി.എഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് 2 മക്കളായതിന് ശേഷമാണ് എനിക്ക് ബി.എഡ് ചെയ്യാൻ ഒരു സമയം ആയത്. അന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു ബി.എഡ് ചെയ്യാൻ പറ്റുമോ, 2 കുട്ടികളെയും വെച്ചിട്ട് എങ്ങനെ നീ ചെയ്യുക, നിനക്കതിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ എന്നെ നിരുത്സാഹപ്പെടുത്തി കേട്ടോ. ഒരുപാട് ദൂരത്ത് പാലേമാട് വിവേകാനന്ദയിലാണ് എനിക്ക് ബി.എഡ് ചെയ്യാൻ അവസരം ലഭിച്ചത്. മെറിറ്റിൽ കിട്ടിയ കാരണം ഡൊണേഷൻ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ഓരോ ഇയറിലെയും ഫീസ് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ഇത്രയും ദൂരത്തുനിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ, അതായത് 3 മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്താലാണ്, അതും വലിയൊരു ചിലവാകും. ഇത്ര ഏജായിട്ട് ചെയ്യുന്നത് കാരണം തന്നെ സീറ്റ് കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ടീച്ചർ എന്നോട് ചോദിച്ചു, ആരോഗ്യം നോക്കണം, ഇവിടെ എവിടെയെങ്കിലും നിന്നാൽ പോരെ, ചെയ്യാൻ സാധിക്കുമോ ഇത്ര ദൂരത്ത് നിന്ന്. ഇതുകൂടിയും കേട്ടപ്പോൾ പിന്നെ ഞാൻ ആകെ ടെൻഷനായി. അവിടുന്ന് പടിയിറങ്ങുമ്പോൾ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഫസ്റ്റ് ഇയറിൽ 57,000 രൂപ ഒപ്പിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വളരെ വലുതായിരുന്നു കേട്ടോ. അപ്പോൾ വളരെയധികം സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടായിരുന്നൊരു സമയത്താണ് ഇതിന് ചെയ്യാൻ അവസരം കിട്ടിയത്. എൻ്റെ ഹസ്ബൻഡിന് എന്നെക്കാളും വലിയ ആഗ്രഹമായിരുന്നു അത് എന്നെക്കൊണ്ട് ബി.എഡ് ചെയ്യിപ്പിക്കണം എന്നുള്ളത്. ആ ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിൽ, എൻ്റെ അമ്മേൻ്റെയും സപ്പോർട്ടിൻ്റെ ബലത്തിൽ ഞാൻ ബി.എഡിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കോളേജിലെത്തി. കോളേജിൽ അവരെക്കാളിലൊക്കെ മുതിർന്ന ആളായതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇത്ര ഏജായിട്ട് ബി.എഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒക്കെ ഡിഗ്രി കഴിഞ്ഞും പി.ജി കഴിഞ്ഞ കുട്ടികളായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു ചടപ്പായിരുന്നു എനിക്ക് തോന്നിയത്. പിന്നെ ക്രമേണ അവരും ഞാനും തമ്മിലുള്ള ഒരു ഏജ് ഗ്യാപ്പ് ഇല്ലാതെയും ഞാൻ അവരിലെ ഒരു ചേച്ചിയായിട്ടോ ഫ്രണ്ടായിട്ടൊക്കെ മാറി. ബി.എഡിലെ വർക്കിനേക്കാളും എന്നെ അലട്ടിയത് ദൂരമായിരുന്നു കേട്ടോ. ട്രെയിനിൻ്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷേ ട്രെയിന് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് 8:05-നാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വീട്ടിൽ നിന്നൊരു 4 കിലോമീറ്റർ അപ്പുറമാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അവിടേക്ക് എൻ്റെ ഹസ്ബൻഡ് എത്തിക്കും. അവിടെ നിന്ന് ഞാൻ ട്രെയിനിൽ 8:05-ന് കയറി കഴിഞ്ഞാൽ 9 മണി ആയിരിക്കും അവിടെ എത്താൻ, അതായത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ചന്തക്കുന്ന് സ്റ്റാൻഡിലേക്കും, ചന്തക്കുന്ന് സ്റ്റാൻഡിൽ നിന്ന് മുസ്ലിയാരങ്ങാടിയിലേക്കും ബസ് മാറി കയറും. അതിനുശേഷം മുസ്ലിയാരങ്ങാടിയിൽ നിന്ന് പാലേമാട്ടിക്കും ബസ് കയറണം. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷമാണ്, മിക്കവാറും 9:30 കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോഴൊക്കെയാണ് ഞാൻ കോളേജിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാനസികമായിട്ട് നേരം വൈകി ചെല്ലുമ്പോൾ, അതായത് 2 മിനിറ്റ് ആയാൽ പോലും അത് വൈകി ചെല്ലുമ്പോൾ കോളേജിൻ്റെ ആ ഒരു പങ്ക്ച്വാലിറ്റീനെയൊക്കെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അതൊരു വളരെ ബുദ്ധിമുട്ടായിരുന്നു. ക്രമേണ ട്രെയിൻ ഇലക്ട്രിക് ആയതോടുകൂടി രാവിലെ എത്തുന്നത് പ്രയാസമില്ലാതെയായി. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആദ്യത്തെ എച്ച് എമ്മിനോട് പറഞ്ഞ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് ട്രെയിനിന് തിരിച്ച് പോകുമ്പോഴും ട്രെയിനിന് അല്ലെങ്കിലും കോളേജിൽ നിന്ന് 3:30-ക്ക് വിട്ടാൽ ഞാൻ വീട്ടിലെത്തുക 6:45 ആയിട്ടാണ്. അത്രയും വയ്യാണ്ടാവും. പിന്നെ വീട്ടിലെ ജോലിയും കൂടിയും ചെയ്യാൻ നമുക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നൊരു ട്രോമയിലൂടെ കടന്നു പോകുമായിരുന്നു. അപ്പോൾ എന്തായാലും സാറിനോട് വളരെയധികം റിക്വസ്റ്റ് ചെയ്ത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതിൽ കൂടുതൽ നമുക്ക് വരുന്ന ക്ഷീണം എല്ലാം പറഞ്ഞപ്പോൾ സാറിന് അറിയില്ലായിരുന്നു ഇത്രയും ദൂരമാണ്. ഞാൻ പറയുമ്പോഴും ഇത്രയും ദൂരത്തു നിന്നാണ് വരുന്നത് എന്നുള്ളതൊരു സാറിന് അറിയില്ലായിരുന്നു. ഈ നാട്ടുകാരനായിരുന്നില്ല. എന്നിരുന്നാലും സാറ് കുറച്ച് മിനിറ്റ്, ഒരു 10 മിനിറ്റ് മുന്നേ ഇറങ്ങാൻ സമ്മതിച്ചു. കറക്റ്റ് കോളേജിൽ നിന്നൊരു ബസ്സുണ്ട്, അവിടെ നിന്ന് ഓടി ചന്തക്കുന്ന് എത്തിക്കഴിഞ്ഞാൽ ചന്തക്കുന്ന് നിന്ന് വീണ്ടും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കിട്ടി. കഷ്ടിച്ച് ട്രെയിൻ കിട്ടും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി 2 സെമസ്റ്റർ ഞാൻ കഴിച്ചുകൂട്ടി. വർക്കുകളൊക്കെ മുന്നേ കൂട്ടി ടീച്ചേഴ്സ് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു നല്ല അടുക്കും ചിട്ടയായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് തലേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കാതെ എല്ലാം മുന്നേ കൂട്ടി കുറേശ്ശെയായിട്ട് ചെയ്യുന്നത് കാരണം വർക്ക് വല്ലാതെ എന്നെ ബാധിച്ചില്ല. പക്ഷേ യാത്രയും അലച്ചിലും ഓടിയുള്ള കറക്റ്റ് എത്തുമോ, ട്രെയിൻ കിട്ടുമോ, തിരിച്ച് കറക്റ്റ് 9:30 ആകുമ്പോൾ കോളേജിലെത്തുമോ, അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ്. പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോയിൽ പോകണം, അതിനുള്ള പിന്നെ ചാർജ് ഒരുപാട് കൂടുതലായിരിക്കും. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം വല്ലാതെ അലട്ടി. 2 സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ 3-ാമത്തെ സെമസ്റ്റർ ഞങ്ങളുടെ പ്രിൻസിപ്പൾ മാറി. സുരേഷ് സാറ് പോയി, പുതിയൊരു പ്രിൻസിപ്പളായി. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ പിന്നെ ദൂരത്തുനിന്നാണ്, എനിക്കൊരു 10 മിനിറ്റ് നേരത്തെ പോകാൻ പറ്റുമോയെന്ന്. അപ്പോൾ ടീച്ചർ ലെറ്ററൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് ദിവസം, അതായത് 2-ാമത്തെ സെമസ്റ്റർ ഒരു
ഒരു മാസത്തോളം ടീച്ചറുടെ പെർമിഷനോട് കൂടി അങ്ങനെ ഇറങ്ങിപ്പോയി. പക്ഷെ അതും നമ്മളങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യണതും എതിർക്കുന്നതായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മളെ മാനസികമായിട്ട് തളർത്തുന്നവരുണ്ടായിരുന്നു. പക്ഷേ സ്റ്റുഡൻസ് ആരും തന്നെ നമ്മളെ ഒരു തരത്തിലും ഈ പറഞ്ഞമാതിരി മാനസികമായിട്ട് തളർത്തിയിട്ടില്ല. അവർ കട്ട സപ്പോർട്ടായിരുന്നു. പിന്നെ ഒപ്പമുള്ള ഫ്രണ്ട്സും അതെ. തേർഡ് സെമസ്റ്റർ സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസ് ആയിരുന്നു. അതെൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയാം. കാരണം പകുതി ദൂരം വന്നാൽ മതി. പകുതി ദൂരം എന്ന് പറയുമ്പോൾ ട്രെയിനിൽ തന്നെ വരും. എന്നിട്ട് വാണിയമ്പലം സ്റ്റേഷനിൽ ഇറങ്ങി വണ്ടൂർ സ്കൂളായിരുന്നു പിന്നെ ടീച്ചിങ് പ്രാക്ടീസ് കിട്ടിയിരുന്നത്. അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നന്നായിട്ട് 4 മാസം യുപിയിലും ഹൈസ്കൂളിലും എനിക്ക് ടീച്ചറായിട്ട് പരിശീലനം ചെയ്യാൻ സാധിച്ചു. ടീച്ചിങ് പ്രാക്ടീസൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ആഗ്രഹിച്ച് വന്നത് കൊണ്ടാവാം എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ 4 മാസം കഴിഞ്ഞ് വീണ്ടും കോളേജിലെത്തുന്നതും അവിടെ നിന്ന് നേരത്തെ ഈ പറഞ്ഞമാതിരി നേരത്തെ പോണതും ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ എനിക്ക് വന്നു. എത്തിയതിന് ശേഷം ഞാൻ പ്രിൻസിപ്പളെ വീണ്ടും കണ്ടപ്പോൾ പ്രിൻസിപ്പൾക്ക് നേരത്തെ 10 മിനിറ്റ് ഇത്രയും സെമസ്റ്റർ ഇങ്ങനെ പോയില്ലേ, അതായത് 2 സെമസ്റ്റർ അങ്ങനെ പോയില്ലേ, 2 സെമസ്റ്ററൊന്നും ശരിക്കും പോയിട്ടുണ്ടായിരുന്നില്ല. ഏതാണ്ടൊരു ആദ്യത്തെ സെമസ്റ്റർ പകുതി മുക്കാൽ ഭാഗം ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അങ്ങനെ പോവേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കമ്മീഷൻ കഴിയുന്നവരെ ബി.എഡിലെ ഏറ്റവും വലിയൊരു കടമ്പയാണ് കമ്മീഷൻ, അത് കഴിയുന്നവരെ കൂടി പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ എന്തോ എനിക്ക് ടീച്ചർക്ക് ബുദ്ധിമുട്ട് ഉണ്ടോ എന്നുള്ളതൊരു സംശയമായി. ടീച്ചർക്ക് അവിടുത്തെ പങ്ക്ച്വാലിറ്റിയും കാര്യങ്ങളും മറ്റുള്ള കുട്ടികളും ടീച്ചേഴ്സും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതും എല്ലാം അന്വേഷിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ടീച്ചറൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി. അതായത് എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് എപ്പോഴും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ചോദിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ബസ്സിനാണെങ്കിലും ഞാൻ പോവാമെന്ന് വിചാരിച്ചു. അന്ന് വൈകുന്നേരം ഭയങ്കര വിഷമിച്ച് എനിക്ക് ഈ ദൂരം കാരണം എനിക്ക് ഇനി തേർഡ് സെമസ്റ്റർ കഴിഞ്ഞു, 4th സെമസ്റ്റർ ആയി. ഈ ലാസ്റ്റ് വെച്ചിട്ട് എന്നെക്കൊണ്ട് കഴിയില്ല. എനിക്ക് ബസ്സിൽ പോയാൽ ഓൾറെഡി ഛർദിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത്രയും മണിക്കൂർ 3 മണിക്കൂറോളം, അതായത് കോളേജിൽ നിന്ന് 3:30 സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് പിന്നെ പാണ്ടിക്കാട് എത്തുമ്പോൾ തന്നെ സമയം 5:30 അവിടുന്ന് വീണ്ടും എത്രയോ കഴിഞ്ഞാലാണ് മേലാറ്റൂരെത്തുക. അപ്പോൾ ഇത്രയും ദൂരം ബസ്സിലിരിക്കാൻ എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും അന്ന് രാത്രി എന്തായാലും ഇത് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ടീച്ചറുടെ അടുത്തേക്ക് പോവില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഭയങ്കര വിഷമത്തോടെ ഞാൻ അന്നിരുന്നപ്പോൾ ട്രെയിനിൻ്റെ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ് ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ഒരിക്കലും മറക്കില്ല. അതായത് ജനുവരി 1 മുതൽ ട്രെയിന് 4:20-നാക്കും, 4:10 ഉള്ളത് 4:20-നാക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ഒരു തണുപ്പ് വന്നു. അപ്പോൾ ഈശ്വരനുണ്ട്, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാവും, നമുക്കൊരു നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ കോളേജ് വിട്ട് കഴിഞ്ഞാലാണ് ഇറങ്ങാറ്. അപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം സ്കൂട്ടിയിലൊക്കെ മുസ്ലിയാരങ്ങാടി വഴി എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വേഗം ബസ് കിട്ടിയാൽ ചന്തക്കുന്ന് എത്തിക്കഴിഞ്ഞാൽ കരുളായി റോട്ടിന് പോകുന്ന ബസ്സുണ്ട്. റെയിൽവേക്ക് പണി നടക്കുന്ന കാരണം അവിടേക്ക് ബസ്സില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ റെയിൽവേ കറക്റ്റ് ട്രെയിൻ പോകുന്ന സമയമാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഓടി ഞാൻ അവിടെ എത്തുന്നൊരു ഭാഗം. 10 മിനിറ്റ് ഒരു ട്രെയിൻ ലേറ്റായി സമയം റീഷെഡ്യൂൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമായിരുന്നു അത്. കുറേ ബുദ്ധിമുട്ടും, അതായത് 50 രൂപയ്ക്ക് ഓട്ടോ എടുത്ത് പോകേണ്ടി വരും. എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിയാണെങ്കിലും എനിക്ക് ട്രെയിൻ പിടിക്കണം. കാരണം യാത്ര ചെയ്ത് വീട്ടിലെത്തി കുട്ടികളുടെ കാര്യം ഞാൻ ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാവും. ഉറക്കമില്ലാത്ത രാത്രികൾ നമുക്ക് ഉണ്ടായിരുന്നു. കാരണം അത്രയധികം എഴുതാനാണ് ബി.എഡിനുള്ളത്. ഒരുപാട് എഴുതാനും ഒരുപാട് വർക്ക് ചെയ്യാനും മോഡലുകൾ ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ മനസ്സിൽ ഇപ്പോഴും പ്രശ്നമായിട്ട് തോന്നില്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രപഞ്ചം തന്നെ നമുക്ക് വേണ്ടിയിട്ട് നിൽക്കും എന്നുള്ളത് എനിക്ക് ബോധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇനി എന്തായാലും ഇനി 32ാമത്തെ വയസ്സാണ്. ഈ ഒരു വയസ്സിൽ PSC എഴുതിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ബേബി റാണി മിസ്സിൻ്റെ സപ്പോർട്ട് ഒരുപാടായിരുന്നു. അതിനിടയ്ക്ക് സ്കൂൾ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ഇടയിൽ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. വീട്ടിലും അതുപോലെ ഒരു കുട്ടി ട്യൂഷൻ ഉണ്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ നോക്കുമായിരുന്നു. എനിക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം വരുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവരാണെങ്കിലും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും സപ്പോർട്ട് ചെയ്തു. നമുക്കൊരു ജോലി ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പം അതിനുവേണ്ടി എല്ലാവരും എന്തെങ്കിലും B.Ed എന്ന് വേണ്ട എന്തെങ്കിലും ഒരു ജോലി നേടണം. നമ്മൾ ജോലി നേടുമ്പോൾ നമ്മളെ വീടിനും കൂടി ഇതൊരു സപ്പോർട്ടാണ്. നമ്മളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കൈ കൊണ്ട് ഒരു 10 രൂപ കൊടുക്കേണ്ട
എനിക്കൊരു ജോലി കിട്ടിയിട്ട് എൻ്റെ അമ്മയ്ക്കൊരു കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അമ്മയ്ക്ക് ജോലിയുണ്ട്, അമ്മ ജോലി ചെയ്ത് അമ്മയ്ക്കുള്ള കാര്യങ്ങൾ അമ്മ ചെയ്യണ്ടേ, എങ്കിലും എനിക്ക് കൊടുക്കണം. അതുപോലെ എൻ്റെ വീടിന് സപ്പോർട്ട് ചെയ്യണം, വീടിനും ഞാനൊരു സപ്പോർട്ടാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് സംശയിച്ചു പോയി. പക്ഷേ ഞാൻ ചെയ്യാൻ കാരണം എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക. നമ്മുടെ ആഗ്രഹം ഒരിക്കലും ഈ പറഞ്ഞ മാതിരി നടക്കാതിരിക്കില്ല. അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഒരുപാട് സ്നേഹത്തോടെ. ഗുഡ് ബൈ.